ഫാഷൻ വീക്ക് ഡിസൈൻസിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് കാണാൻ പോവുക. മെസ്ലിൻ ഫാബ്രിക് ആണ്. ഒരു കുറച്ചുകൂടി ചന്തേരി ബ്ലണ്ടഡൊക്കെ ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഒരു പുതിയ ഫാബ്രിക്കാണ്. മെസ്ലിനൊക്കെ പോലെ ഫീൽ ചെയ്യുന്ന ഒരു ഫാബ്രിക്. ലൈറ്റ് ആയിട്ട് ഇതിലൊരു ചെക്ക് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നു. ഇതുകൊണ്ട് ഇതേപോലെ വരും. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ഇങ്ങനെ പിടിച്ചൊക്കെ നോക്കുമ്പോൾ നല്ല ഒരു അടിപൊളി ഫാബ്രിക് ഇങ്ങനെ വരും. യോക്കും അതിൻ്റെ ലോവ് പാർട്ട് കണ്ടോ, ഇതേപോലെ ഹെവി ആയിട്ടൊരു ത്രെഡ് വർക്ക്. അത് തന്നെ എൻ്റെ ലോവ് പാർട്ടിലും തിക്ക് ബോർഡറായിട്ടൊരു ലേസ് പാച്ച് വെച്ചിട്ട് ചെയ്തേക്കുന്നു. ഓവറോൾ ലുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ്. ദുപ്പട്ടയും നല്ല ഭംഗിയാണ്, ഒതുങ്ങി കിടക്കും. അതിലും അതേപോലെ തന്നെ ഇതിൽ കട്ട് വർക്കാണ്. കട്ട് വർക്ക് വിത്ത് ആ ഒരു ഫാബ്രിക് ബോർഡർ, ലേസ് ബോർഡർ, ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത്. ദുപ്പട്ട കോട്ടൺ ബോട്ടം. ഇതതിൻ്റെ ബ്ലൂ ഷെയ്ഡ്. ഇതുണ്ട് ഇതേപോലെ യോക്ക് വർക്ക്. ഇതെൻ്റെ ദാമൻ ബോർഡർ. ഇതാണ് സെറ്റിൻ്റെ ഓവറോൾ ലുക്ക്. വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി കളേഴ്സ്, വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആൻഡ് ഫാബ്രിക്. റേറ്റ് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇതതിൻ്റെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡ്, ലൈറ്റ് ഒരു ഗ്രീനിഷ് യെല്ലോ ആണ്. പ്രിൻറ്റിലും ബ്ലൂ യെല്ലോ ഗ്രീനിൻ്റെ ഒക്കെ കോമ്പിനേഷൻസ് കൊടുത്തേക്കുന്നു. യോക്ക് ദാമൻ ബോർഡർ വിത്ത് ഡിജിറ്റൽ പ്രിൻറ്റ്. ബ്യൂട്ടിഫുൾ ദുപ്പട്ട. സെയിം അതിലും കട്ട് വർക്ക് ബോർഡറുണ്ട്. ടോപ്പിൻ്റെ ആ ബേസ് ഫാബ്രിക് കൊണ്ടുള്ളൊരു ബോർഡറുണ്ട്. പിന്നെ ഇതുപോലെ ലേസ് ബോർഡറുണ്ട് സൈഡ്സിൽ. കോട്ടൺ ബോട്ടം. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. നല്ല കളേഴ്സാണ്. ഇതിൽ 4 കളേഴ്സാണ് വന്നിരിക്കുക. ഇതുപോലെ തന്നെ സെയിം ഫാബ്രിക്കിൽ വേറൊരു സെറ്റും കൂടെ വരുന്നുണ്ട്. റേറ്റ് 1380. സെക്കൻഡ് വൺ. ഇതിൽ മറ്റേതിൽ യോക്ക് ഇങ്ങനെ ഫുൾ ഒരു ബോക്സ് പോലെ ചെയ്തിരിക്കുന്നു. ഇതിലിങ്ങനെ ജസ്റ്റ് പാച്ച് വർക്ക്. അത് തന്നെ ഇതൊരു ലക്നോവി കൈൻഡ് തിക്ക് എംബ്രോയ്ഡറി, ലൈറ്റ് ആയിട്ട് കട്ട് വർക്ക്. അതാണ് ഈ ബോർഡർ, ഡയമണ്ട് ബോർഡറിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ സെയിം ഫാബ്രിക്കാണ്. അതായത് മെസ്ലിനും ലൈറ്റ് ഒരു ചന്തേരി ബ്ലണ്ടഡ് ആയിട്ടിരിക്കുന്ന ഒരു പുതിയ ഫാബ്രിക്കാണ്. ഫുൾ ഫ്ലോറൽ പ്രിൻറ്റ്. രണ്ടിൻ്റെയും പാറ്റേണിൽ ലൈറ്റ് ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ. ദുപ്പട്ടയും ഒരേ ഫാബ്രിക്കിൽ ആ പാറ്റേണിൽ മാത്രം ചേഞ്ച്. അതായത് ഇതേപോലെ ഒരു എംബ്രോയ്ഡറി, ബേസ് ഫാബ്രിക്കും കൊണ്ടുള്ളൊരു ബോർഡർ ആൻഡ് ലേസ് ബോർഡർ. പിന്നെ ഫുൾ ഇതുപോലെ വർക്ക്. ഓറഞ്ച് ഷെയ്ഡ്, കുറച്ച് ഡാർക്കായിട്ട് നിൽക്കുന്ന ക്യാരറ്റ് ഓറഞ്ച് ടോൺ. രണ്ട് ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സുകളാണ് കൊടുത്തേക്കുക. നോർമലി ഇങ്ങനത്തെ സെറ്റ് വരുമ്പം രണ്ടിലും ഒരേ ഷെയ്ഡ്സ് ആയിരിക്കും. ഇതിലിപ്പം ഡിഫറെൻറ്റ് കളേഴ്സ്. കോട്ടൺ ബോട്ടം. ഇത് അടുത്ത കളർ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡാണ്. പിങ്കിൻ്റെ കുറച്ചുകൂടെ ഡാർക്കായിട്ട് നിൽക്കുന്നത് നല്ലൊരു ഷെയ്ഡ്. എല്ലാ പൊളി കളേഴ്സ്, ഫാബ്രിക് വൈസും ഡിസൈൻ വൈസും എല്ലാം എല്ലാവർക്കും ഇഷ്ടമാവും. റെഗുലർ വിയർ സ്റ്റൈലൊക്കെ യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ഫാബ്രിക്കാണ്. കോട്ടൺ ബോട്ടമാണ്. റേറ്റ് 1380. ഇതാണ് ലാസ്റ്റ് കളർ. ഇതും ഗ്രീൻ്റെ തന്നെ നല്ലൊരു കൈൻഡ് ഓഫ് ഡാർക്ക് ഷെയ്ഡ്, ഡാർക്ക് സീ ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ അക്വാഡ് തന്നെ ലൈറ്റ് ഷെയ്ഡ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പം ടോട്ടലി 8 കളേഴ്സ് വന്നിട്ടുണ്ട്. ആ സെയിം ഫാബ്രിക്കിൽ ലൈറ്റ് ഡിസൈൻ പാറ്റേണിൽ വേരിയേഷൻ ഉണ്ടെന്നുള്ളൂ. ഇതിൽ കട്ട് വർക്ക് ദുപ്പട്ടയിൽ കൊടുത്തിട്ടുണ്ട്. ടോപ്പിലും അതേപോലെ ഡാമൻ പോർഷനിൽ കട്ട് വർക്ക് വരുന്നുണ്ട്. ഇത്രയും കളേഴ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.